വെൽക്കം ടു ഇപ്പൻസ് വ്ലോഗ്. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് വേറൊരു വീഡിയോ ആയിട്ടാണ്. ആക്ച്വലി ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം നമുക്കറിയാം നമ്മളുടെ അടുത്ത് കുറെ പേര് മീനുലായാലും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇവിടെ വന്നത്, എങ്ങനെയാണ് ഇവിടുത്തെ വർക്ക് കൾച്ചർ, എങ്ങനെയായിരുന്നു ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്തതെന്നൊക്കെ ഉള്ള. സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രൈ ചെയ്തിരുന്ന സമയത്ത് നെറ്റിൽ നോക്കിയിട്ടോ യൂട്യൂബിൽ നോക്കിയിട്ടോ കിട്ടാത്ത ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിനൊക്കെ ആൻസർ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആയി പോകും ഗൈസ്. അതെ അല്ലേ? അതായത് ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാർ ഒന്നെങ്കിലും മാൽദീവ്സിലോട്ടുള്ള ടീച്ചിങ് ജോബ് സെലക്ടഡ് ആയിട്ടിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുകയോ ചെയ്യുന്നവരായിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഈ വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പൊ ഞങ്ങൾ ഒത്തിരി വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ വീഡിയോയിലോട്ട് കടക്കുവാണ്. First of all, we would like to introduce ourselves. My name is Meenu Ethan and I am working here as an accounting teacher for the last 3 years. And എൻ്റെ പേര് രശ്മി, ഞാനൊരു ഇംഗ്ലീഷ് സബ്ജക്റ്റാണ് പഠിപ്പിക്കുന്നത്. സോ ഞാനിവിടെ വന്നിട്ട് അറൗണ്ട് 1 year ആവുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ രശ്മി, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ? ഞാൻ ഏജൻസി ത്രൂ ആണ് എന്നെ ഹയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാനാണെങ്കിൽ ക്യാൻസർ എന്ന് പറഞ്ഞ് എറണാകുളത്തുള്ള ഒരു ഏജൻസിയിൽ അവരോട് ഇങ്ങനെ ചാറ്റ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഇതായിട്ട് അവർ എനിക്ക് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെമ്പർഷിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തൊരു നോട്ടിഫിക്കേഷൻ വന്നു. ഒബിയസ്ലി ഞാൻ CV അയച്ചു കൊടുത്തു. പിന്നെ ഒരു ഷോർട്ട് ലിസ്റ്റ് ആയി എന്നുള്ളൊരു മെസ്സേജ് വന്നു. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ്. എനിക്ക് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇൻ്റർവ്യൂവിന് ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ്, ഇൻ്റർവ്യൂവിന് ഡെമോ ക്ലാസ് ഉണ്ടോ എന്നുള്ളത്. ഉണ്ട്, ഇൻ്റർവ്യൂവിന് ഡെമോ ക്ലാസ് ഉണ്ട്. അവർ പറയുന്ന ടോപ്പിക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടത്തൊന്നുമില്ല. അവിടെ വെച്ച് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അവിടെ തന്നെ ഡെമോ ക്ലാസ് എടുത്ത് കാണിക്കണമായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അതിനുശേഷം അവർ നമ്മുടെ പാസ്പോർട്ട് മേടിച്ചു വയ്ക്കും. സോ നമ്മൾക്ക് ജോലി ആവുകയാണെന്നുണ്ടെങ്കിൽ അവർ പാസ്പോർട്ട് ഫർദർ പ്രൊസീഡിങ്സിന് വേണ്ടിയിട്ട് എടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഏജൻസിക്കാർ നമുക്ക് റിട്ടേൺ ചെയ്തു തരുമായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഇന്റർവ്യൂ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എംപ്ലോയ്മെന്റ് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കുറച്ച് എന്ന് വെച്ചാൽ ഇപ്പം മിനിസ്ട്രിയുടെ പ്രോസസ്സ് അറിയാലോ. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന കാര്യമാണ് മിനിസ്ട്രിയുടെ പ്രോസസ്സ് അത്യാവശ്യം ഡിലേ ആവും എന്നുള്ളത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഏപ്രിൽ ആയപ്പോഴത്തേനും ഷോർട്ട് ലിസ്റ്റഡ് ആയെന്ന് അറിഞ്ഞു. ഏകദേശം ജൂലൈ 25th എനിക്ക് അപ്പോയിന്റ്മെന്റ് നോട്ടീസ് വന്നത്. ഓഗസ്റ്റ് 6th ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കുറച്ച് മാസത്തെ ഒരു ഡിലേ വരുന്നുള്ളൂ. അതെ. ഓക്കെ, സോ അടുത്ത ഞങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് നമ്മുടെ ഇന്റർവ്യൂ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് സെലക്റ്റഡ് ആയി കഴിഞ്ഞ് നമ്മൾ മാലയിൽ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സോ രശ്മിയുടെ കേസിൽ എങ്ങനെയായിരുന്നു? എന്നെ മാലയിൽ സീവേൾഡ് എന്ന് പറയുന്ന ഏജൻസിയിൽ നിന്ന് റിസീവ് ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. സോ ഡയറക്റ്റ് നമ്മളെ റൂമിൽ കൊണ്ടുപോയി അവർ അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം അതായത് എയർപോർട്ടിൽ തന്നെ നമ്മളെ സ്വീകരിക്കാൻ റിസീവ് ചെയ്യാനായിട്ട് ആളുണ്ടായിരുന്നു. അതിനുശേഷമാണ് നമ്മളെ സീവേൾഡ് എന്ന് പറയുന്ന മെയിൻ ഏജൻസിയാണ് സീവേൾഡ് എന്ന് പറയുന്നത്. അതിന്റെ സബ് ഏജൻസ് ആണ് നമ്മളുടെ നാട്ടിലായാലും ഈവൻ തമിഴ്നാട്ടിലായാലും ഹൈദരാബാദിലായാലും എല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടെ സബ് ഏജൻസ് ആണ്. ഓക്കെ, സോ അവര് നമ്മളെ സീവേൾഡിൽ കൊണ്ട് അതിനുശേഷം നമുക്ക് മെഡിക്കൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം മെഡിക്കൽ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് സ്കൂൾ ഏതാന്ന് അറിഞ്ഞതും അതുപോലെ തന്നെ നമുക്ക് സിം കാർഡ് കിട്ടുന്നതും എല്ലാം ഈ പറയുന്ന സീവേൾഡ് എന്ന് പറയുന്ന ഏജൻസിന്നായിരുന്നു. അതായത് സിം കാർഡിന്റെ കേസ് പറഞ്ഞു, അതായത് ഇവിടെ മെയിനായിട്ട് 2 പ്രൊവൈഡേഴ്സ് ആണുള്ളത്, നെറ്റ്വർക്ക് ആണുള്ളത്. അതായത് ഒന്ന് ദിറാഗു, അതുപോലെ തന്നെ ഒന്ന് ഒറീദു. അപ്പം ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഒറീദു എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം കുറച്ചുകൂടെ ഓഫേഴ്സും കാര്യങ്ങളും എല്ലാം ചീപ്പ് ആയിട്ടുള്ള ഓഫേഴ്സ് കിട്ടുന്നതും ഒറീദുവിലായിരിക്കും. ദിറാഗു അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഈവൻ ഞങ്ങൾ ദിറാഗു ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം പാക്കേജസും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഫീസിബിൾ ആയിട്ടുള്ളതും ഒറീദുവിലാണ്. പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില ഐലൻഡ്സിലൊക്കെ ഒറീദു കിട്ടത്തില്ല, അതിന്റെ നെറ്റ്വർക്ക് കിട്ടുകയില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ബെറ്റർ യു ചൂസ് ഒറീദു. പിന്നെ അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് ഈ ഗൂഗിൾ പേയും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയുള്ള എല്ലാ ആക്ടിവേറ്റ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. പ്രൊവൈഡഡ് ഇപ്പം നിങ്ങളുടെ സിം കാർഡ്, അതായത് ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് കിട്ടുന്നത് VI കിട്ടും, അതുപോലെ തന്നെ എയർടെൽ അവൈലബിൾ ആണ്. ഈ മെയിനായിട്ട് ഈ 2 നെറ്റ്വർക്കാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. BSNL, ജിയോയും എനിക്ക് തോന്നുന്നില്ല ഇവിടെ കിട്ടുന്നത്. ചില ഐലൻഡുകളൊക്കെ കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ബെറ്റർ VIയും ഇവിടെ. അപ്പൊ നമുക്ക് OTPയും കാര്യങ്ങളും, അപ്പൊ നമുക്ക് ഗൂഗിൾ പേ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഗൂഗിൾ പേ നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി ആക്ടിവേറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാണ്ട് OTP കാര്യങ്ങളൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ഈ സിം കാർഡ് ഉണ്ടെങ്കിൽ. ഓക്കെ, സോ അടുത്തായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾ മാലയിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം മെയിനായിട്ട് 2 കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങൾ മെഡിക്കൽ എടുക്കണം, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് എടുക്കണം. സോ മെഡിക്കലിന്റെ കേസ് പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ടൈം ഇവിടെ വരുമ്പോൾ നമുക്ക് വിസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ
നമ്മൾ മെഡിക്കൽ എടുക്കണം. അപ്പൊ അതെല്ലാം ഏജൻസ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് നാട്ടിൽ നിന്നും മെഡിക്കൽ എടുപ്പിച്ചായിരുന്നു, എന്നെ കൊണ്ട് ഏജൻസിയിൽ നാട്ടിൽ നിന്നും മെഡിക്കൽ എടുപ്പിച്ചായിരുന്നു. ആക്ച്വലി എനിക്കതെങ്ങും യൂസ്ഫുൾ ആയിട്ടില്ല, എങ്ങും അതെനിക്ക് അപ്ലൈ ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പം ഇവിടെ വന്ന് എന്തായാലും നിങ്ങൾ മെഡിക്കൽ എടുക്കണം. സോ അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ 2 ബാങ്ക് അക്കൗണ്ട് ആണ് എടുക്കേണ്ടത്. ഒന്ന് SBI, നമ്മുടെ SBIയുടെ 2 ബ്രാഞ്ച് ഇവിടെ മാലയിലുണ്ട്. ഒന്ന് ക്യാപിറ്റൽ സിറ്റിയിലും ഉണ്ട്, പിന്നെ ഹുൾമാല എന്ന് പറയുന്ന ഒരു ഐലൻഡിലും ഉണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ സാലറി അക്കൗണ്ടാണ്. അതായത് നമുക്ക് നാട്ടിലോട്ട് പൈസ അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SBI അക്കൗണ്ട് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ മാലയിലാണ് നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ബാങ്ക് അക്കൗണ്ട് ഒന്നും എടുക്കണം, SBIയുടെ അക്കൗണ്ട് മാത്രം മതി. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ ബാങ്കിൽ നിങ്ങൾ അക്കൗണ്ട് എടുക്കണം. അത് രണ്ടെണ്ണല്ലേ? BML-ഉം അതുപോലെ തന്നെ ഇസ്ലാമിക് ബാങ്ക് എടുത്തേക്കുന്ന BML ആണ്. അതെ, ഞങ്ങൾ യൂസ് ചെയ്യുന്നത് BML ആണ്. അപ്പൊ അത് നമ്മൾ ഐലൻഡിൽ വന്നു കഴിഞ്ഞിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പൊ ഇത് BML ആണെങ്കിലും SBI ആണെങ്കിലും ഒക്കെ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് നമുക്ക് മിനിസ്ട്രിയിൽ നിന്ന് ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുമായിട്ട് വേണം നമ്മൾ. വിസ ആയതിനു ശേഷം മാത്രമല്ലേ നമുക്ക് BML എടുക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ SBI നമുക്ക് വിത്തൗട്ട് വിസ എടുക്കാൻ പറ്റും. പക്ഷേ നമ്മളുടെ BML വരുമ്പോഴത്തേനും വിസ കിട്ടിയതിനു ശേഷം മാത്രമേ നമുക്ക് BML എടുക്കാൻ പറ്റുള്ളൂ. അതാണ്. പിന്നെ SBIയിൽ നമ്മൾ ആക്ച്വലി SBI നമുക്ക് നാട്ടിലോട്ട് കാശ് അയക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ SBI ബാങ്ക് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഡെയിലി നമുക്ക് 500, നോട്ട് ഡെയിലി, മന്ത്ലി നമുക്ക് 500 ലിമിറ്റ് ഉണ്ട്. $500 ആണ് നമ്മുടെ നാട്ടിലോട്ട് നമുക്ക് അയക്കാൻ പറ്റുന്നത്. അപ്പൊ എല്ലാ മാസവും നമ്മൾ നേരത്തെ അത് ബാങ്കുകാർ തന്നെയായിരുന്നു. അതായത് യൂസ് ചെയ്ത് യോന ആപ്പ് ഉണ്ട്, യോന ആപ്പ് വഴി നമുക്ക് തന്നെ നാട്ടിലോട്ട് ക്യാഷ് അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ BML ആപ്പ്, അതായത് നമ്മുടെ സാലറി എല്ലാം ക്രെഡിറ്റ് ആവുന്നത് BML അക്കൗണ്ടിലോട്ടാണ്, BML ബാങ്കിലോട്ടാണ്, ഡൊമസ്റ്റിക് അക്കൗണ്ട് അല്ലേ. എന്നിട്ട് അവിടുന്ന് നമ്മൾ SBIയിലോട്ട് എല്ലാ മാസവും ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിലോട്ട് പൈസ അയക്കുന്നത്. പിന്നെ ബാങ്കിൽ വരുന്നത് ATM കാർഡ് നമുക്ക് പുറകിലാണ് കിട്ടുന്നത്. പിന്നെ അത് നമ്മൾ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ATM കാർഡ് കിട്ടുന്നത്. അതായത് പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ATM കാർഡ് നിങ്ങൾ ഇവിടുന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ഈ ATM കാർഡ് നമുക്ക് നാട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് 8,000 INR വരെ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതാണ് ഈ ATM കാർഡിന്റെ ഒരു പ്രയോജനം. പിന്നെ മാലയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മാലയിൽ നമുക്ക് ATM കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ ഐലൻഡിൽ കിട്ടുന്നവർ വേറെ ഐലൻഡുകളിലോട്ടാണ് യാതൊരു പ്രയോജനമില്ല. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് നാട്ടിൽ കൊടുക്കുകയാണെങ്കിൽ നാട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുക. പ്ലീസ് നോട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഇവിടെ ആക്ടിവേറ്റ് ചെയ്യാണ്ട് പോയി പിന്നെ നാട്ടിൽ കൊണ്ടുപോയി കിട്ടിയില്ല, പിന്നെ വീണ്ടും ഞാൻ കൊണ്ടുവന്ന് ഈ പോക്കിന് വേണം എനിക്ക് കൊണ്ടുവന്ന് അച്ഛൻ്റെ കൊടുക്കാൻ. അപ്പം ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ഏത് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന്, ATM ബ്രാഞ്ചിൽ നിന്നാണെങ്കിലും കാനറ ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ 8,000 നമുക്ക് വിഡ്രോ ചെയ്യാം. വേറെ ഏത് ബാങ്ക് ആണെങ്കിലും 7,000 പറ്റുള്ളൂ. അപ്പൊ അതാണ് ബാങ്ക് അക്കൗണ്ടിനെ പറ്റി പറയാനുള്ളത്. സോ അടുത്തായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ മാലയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നിങ്ങൾ എങ്ങനെ ഐലൻഡിലോട്ട് പോകും ആ കാര്യങ്ങളെ പറ്റിയാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് 2 രീതിയിലാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ മാലയ്ക്ക് അടുത്തുള്ള ഐലൻഡുകളിലാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ബൈ ഫെറി ആയിരിക്കും നിങ്ങൾക്ക് ട്രാവൽ അറേഞ്ച്മെന്റ്സ്. അല്ല മാലയ്ക്ക് ഫാർ ആയിട്ടുള്ള ഐലൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ബൈ ഫ്ലൈറ്റ് ആയിരിക്കും നിങ്ങളുടെ ട്രാവൽ അറേഞ്ച്മെന്റ്സ്. അപ്പൊ അത് ആ ട്രാവൽ അറേഞ്ച്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രിൻസിപ്പൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പൊ അവരുടെ ടിക്കറ്റും എല്ലാം അറേഞ്ച് ചെയ്തോളൂ, അതെല്ലാം നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ, ഇപ്പം ഫെറി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടൈമിൽ അവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് കാര്യം. അല്ലാതെ വേറെ നമ്മൾ അതിനകത്ത് ബോധറാവേണ്ട യാതൊരു ആവശ്യമില്ല. അവരെല്ലാ അറേഞ്ച്മെന്റ്സും നമുക്ക് ചെയ്തു തരും. ഓക്കെ. പിന്നെ അടുത്ത നമുക്ക് നിങ്ങൾ മാലയിൽ നിന്ന് പോകുന്നു, അത് നിങ്ങൾ ഐലൻഡിൽ വന്നു കഴിഞ്ഞാൽ ഐലൻഡിലെ കാര്യങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ രശ്മി, നിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമ്മള് ഐലൻഡിൽ റിസീവ് ആകുമ്പോഴത്തേനും നമ്മളെ സ്കൂളിൽ നിന്ന് എന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് നമ്മളുടെ അഡ്മിൻ സ്റ്റാഫ് ആയിരുന്നു. അപ്പം അവര് വന്നു, നമ്മളെ റിസീവ് ചെയ്തു. നമ്മൾ വിചാരിക്കുന്നതുകൊണ്ട് ബൊക്കെ കാര്യങ്ങളോ കാണത്തില്ല, നമ്മളങ്ങോട്ട് ചെല്ലുക. അപ്പൊ നമുക്ക് വേണ്ട അക്കോമഡേഷനും കാര്യങ്ങളും എല്ലാം അവര് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അവര് നമ്മുടെ ഫുഡും കാര്യങ്ങളും എല്ലാം അവര് ആ ഒരു ദിവസത്തേന് കേട്ടോ വ്യത്യാസം കേട്ടോ, നമ്മൾ തന്നെ ഓൺ ബുക്കിംഗ്. അതെ. അപ്പം അവരതെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ സ്കൂളിൽ അവർ നമ്മളെ വന്ന് കൊണ്ടുപോയി. സ്കൂളിൽ കൊണ്ടുപോയതിന് ശേഷം നമ്മൾ ജോയിനിങ് ചെയ്യുക. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ പിള്ളേരുടെ നേച്ചർ എങ്ങനെ ആയിരിക്കും, പിള്ളേരുമായിട്ട് എങ്ങനെ ആയിരിക്കും, നമ്മൾ ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റാപ്പോ എങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രിൻസിപ്പൾ നമുക്കൊന്ന് ബ്രീഫ് ചെയ്ത് തരും. സോ അതായിരുന്നു അന്ന് നടന്നത്. അല്ലാതെ പിന്നെ ഐലൻഡിൽ വന്നതിന് ശേഷം പിന്നെ നമുക്ക്
അവർ 1 മന്തിലേക്കാണ് ഈ ഒരു അക്കോമഡേഷൻ. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് അങ്ങനെയായിരുന്നു. ഇറ്റ് ഡിപ്പെൻഡ്സ് upon the school, right? അപ്പം അവർ നമുക്ക് ഇങ്ങനെയായിരുന്നു, നമുക്ക് 1 മന്തിലേക്കായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആഫ്റ്റർവേർഡ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വി ക്യാൻ കണ്ടിന്യൂ ദർ, ഓർ എൽസ് നമുക്ക് മൂവ് ഔട്ട് ചെയ്യുന്ന ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തത് പ്രൊബേഷനെ പറ്റിയാണ്. അതായത് നമുക്ക് ടീച്ചേഴ്സിന് മെയിൻ ആയിട്ട് 3 months ആണ് ഇവിടെ പ്രൊബേഷൻ ഉള്ളത്. അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞ് 3 മാസം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രൊബേഷൻ പീരീഡിൽ നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ അവർ നോക്കും. അതിന്റെ കൂട്ടത്തിൽ ഒരു ഒബ്സർവേഷനും കാണാം നിങ്ങൾക്ക്. അതായത് നിങ്ങൾ വന്ന് ഒരു 1-2 വീക്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഒബ്സർവേഷൻ കാണും. അപ്പോൾ അത് സ്കൂളിൽ നമുക്ക് ഇൻഫോം ചെയ്യും, ഡേറ്റും കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്യും. അപ്പോൾ ഒബ്സർവേഷന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. അപ്പം അത് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിങ്ങളുടെ ബാക്കിയുള്ള മീൻസ് ഫ്യൂച്ചർ, അതായത് ഇവിടെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഡിപ്പെൻഡ് ആക്കി. അപ്പോൾ ഒബ്സർവേഷൻ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ അടുത്ത എന്താണ് കോൺട്രാക്റ്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞത്. അതായത് നമുക്ക് ഇയർലി ആണ്, കോൺട്രാക്ട് വൈസ് ആണ് നമ്മുടെ ജോബ് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. അതായത് ഇയർലി വൈസ് ആണ്. അക്കാഡമിക് ഇയർ ഓരോ ഇയേഴ്സും നമ്മൾ കോൺട്രാക്ട് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. 1 year കോൺട്രാക്ട് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ വർഷവും അതിങ്ങനെ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എന്താണ് ഇവിടുത്തെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ പിള്ളേരുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുള്ളതാണ്. കാരണം ഇവിടെ നമുക്ക് നാട്ടിലെ പോലെ ഒരിക്കലും ഇവിടെ പഠിപ്പിക്കാം. എന്നിട്ട് നിൽക്കണം, ആ സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് റാപ്പോ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം. അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തുകാര് മിക്ക കാര്യങ്ങളിലും കുറച്ചും കൂടെ പങ്ക്ച്വൽ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അക്കാര്യങ്ങളെല്ലാം നമ്മൾ വെച്ചേക്കുക. പിന്നെ എഡ്യൂക്കേഷനിലെ എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുവാണെന്നുണ്ടെങ്കിൽ കേംബ്രിഡ്ജിന്റെ ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇവിടെ ഫോളോ ചെയ്യുന്നത്. സുരേഷ്മി, എങ്ങനെയാണ് ഇവിടുത്തെ ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ? ഇവിടെ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിച്ചുള്ള സംഭവമാണ് അല്ലേ? അപ്പം അതിനകത്ത് പറയുകയാണെങ്കിൽ ടീച്ചർ സ്റ്റുഡൻറ് റാപ്പോ എന്ന് പറയുന്നത് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പിള്ളേരുമായിട്ട് പഠിപ്പിക്കുക. പിന്നെ നമ്മളെപ്പോഴും ക്ലാസ്സിൽ അവർക്ക് എന്തെങ്കിലും ഒരു മോറൽ വാല്യൂ അത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ടോപ്പിക് എടുത്താലും ശരിയാണ്, വി ഹാവ് ടു ഷെയർ എനി ഓഫ് ദ മോറൽ വാല്യൂ. അതിന് കീ കോമ്പറ്റൻസി എന്ന് പറയുന്ന സംഭവമുണ്ട്. സോ അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ ലിങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളത് ഷെയർ ചെയ്യാം. സോ അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ എന്താ പറയണ്ടത്, ഒരു നമ്മുടെ നാട്ടിലത്തെ ഒരു സിസ്റ്റമേ അല്ല ഇവിടെ. നാടുമായിട്ട് കമ്പയർ ചെയ്യരുത്, വ്യത്യാസമുണ്ട്. എഴുന്നേറ്റ് നിൽക്കണ അല്ലെങ്കിൽ ഇരിക്കണ അവിടെ എന്നുള്ള യാതൊരു സെറ്റപ്പും ഇല്ല. ഭരിക്കാനോ ഒന്നും പറ്റത്തില്ല. നമ്മുടെ പിള്ളേരാണ് ടോപ്പ്. ഇവിടെ പിള്ളേരാണ് ടോപ്പ്. അതുപോലെ തന്നെ നമ്മൾ അവരുമായിട്ട് കുറെ കൂടി ഫ്രണ്ട്ലി ആവുക. രശ്മി, എങ്ങനെയാണ് ഇവിടുത്തെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ടീച്ചിങ്ങിന്റെ നമ്മളുടെ സ്കൂൾ ടൈമിങ് അല്ലേ? അപ്പം നമ്മളുടെ സ്കൂളിൽ വരുന്നത് 6:45 ഏർലി മോർണിംഗ് ആണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കണം, അതൊരു ചടങ്ങാണ് ഗൈസ്. അപ്പം 6:45 to 12:45 ആണ് നമ്മളുടെ ആ ഒരു വർക്കിംഗ് അവേഴ്സ് വരുന്നത്. പിന്നെ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ബ്രേക്ക് കിട്ടും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ എന്താ വീട് നിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം, ഓർ എൽസ് വി ക്യാൻ ചൂസ് ടു ബി ഇൻ സ്റ്റാഫ് റൂം ഇറ്റ്സെൽഫ്. പിന്നെ നമുക്ക് ഇവിടെ ഓരോ പീരീഡും വരുന്നത് 35 മിനിറ്റ്സിന്റെ ഒരു ഡ്യൂറേഷനാണ് നമുക്ക് ഓരോ ക്ലാസ്സും വരുന്നത്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ സ്കൂളാണ്. അതായത് പല സ്കൂളിലും പല രീതിയിലായിരിക്കും. ബ്രേക്ക് ആണെങ്കിലും സ്കൂളിന്റെ ടൈമിംഗ് ആണ് വേണ്ടി. ഇപ്പൊ ഞങ്ങൾക്ക് ഉച്ച വരെ ഉണ്ട് ഇവിടെ, അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓഫാണ്. പക്ഷെ ചില സ്കൂളുകളിൽ ആഫ്റ്റർനൂൺ സെഷൻസ് ഉണ്ട്. സോ അത് ഡിപ്പെൻസ് ആണ്. പിന്നെ ഞങ്ങൾക്ക് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ ആഫ്റ്റർ 12:45 ഞങ്ങൾ എന്ത് ചെയ്താലും നമുക്ക് OT ആയിട്ടാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. സ്കൂൾ അവേഴ്സ് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്താലും നമുക്കിവിടെ OT അവൈലബിൾ ആണ്. സോ ഗൈസ്, നെക്സ്റ്റ് എന്ന് പറയുന്നത് മോസ്റ്റ് അവൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതാണ് നമ്മളുടെ വെക്കേഷൻ ടൈമിങ് എങ്ങനെയാണെന്നുള്ളത്. സോ അതിനെപ്പറ്റി നമുക്ക് മീനു അളിയാൻ പറഞ്ഞുതരും. അളിയാതെ എങ്ങനെ? അതായത് നിങ്ങൾ വളരെ ക്യൂരിയസ് ആയിരിക്കുമല്ലോ എങ്ങനെയാണ് വെക്കേഷനും കാര്യങ്ങളും എന്നൊക്കെ. അതായത് നിങ്ങൾക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. അതായത് നമുക്ക് ഇയർലി 2 വെക്കേഷൻസ് നമുക്ക് കിട്ടും. അതായത് ഒന്ന് മിഡ് ടേം ബ്രേക്കും പിന്നെ ഒന്ന് നമുക്ക് അക്കാഡമിക് ഇയർ ഉണ്ട് ടേം എൻഡ് ബ്രേക്കും നമുക്ക് കിട്ടും. ടേം എൻഡ് ബ്രേക്ക് വരുന്നതായിരിക്കും ഓൾമോസ്റ്റ് ഒരു 1 month ഒക്കെ നമുക്ക് കിട്ടും. മിഡ് ടേം ബ്രേക്ക് ഒരു 15 days 15 to 20 days ആയിരിക്കും നമുക്ക് മിഡ് ടേം ബ്രേക്ക്. അപ്പം ആ ഒരു ടൈമിൽ തന്നെ പോയിട്ട് വരണം. നമ്മൾ നേരത്തെ പോവുക ലേറ്റ് ആയിട്ട് വരിക എന്നുള്ള സംഭവങ്ങൾ ചെയ്യാതെ നമ്മൾ ആ ഒരു ടൈം തന്നെ കീപ്പ് ചെയ്ത് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ബെസ്റ്റ് തിങ് ഈസ് നിങ്ങൾക്ക് 2 തവണ അലടി പോകാം. അതാണ് ഈ ഒരു ജോലിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതും പെയ്ഡ് വെക്കേഷൻസ് ആണ് അല്ലേ? പെയ്ഡ് വെക്കേഷൻസ് ആണ്. പിന്നെ നമുക്ക് ടിക്കറ്റ് ഈ 2 വട്ടവും കിട്ടില്ല കേട്ടോ. നമുക്ക് വൺസ് നമുക്ക് ടിക്കറ്റ് റീഫണ്ടബിൾ ആയിട്ടുള്ളൂ. അത് നമുക്ക് ചൂസ് ചെയ്യണം. ഐദർ നമ്മൾക്ക് മിഡ് ടേം ബ്രേക്കിലോ അതല്ല എന്നുണ്ടെങ്കിൽ ടേം എൻഡിലോ നമുക്കത് ചൂസ് ചെയ്യാം എങ്ങനെ വേണം നമ്മളുടെ ടിക്കറ്റ്. മിനിസ്ട്രി ഒരു ടിക്കറ്റ് നമുക്ക് റീഫണ്ടബിൾ ആയിരിക്കും ഫ്രം മിനിസ്ട്രി. സോ ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു വിശ്വാസം. അതെ, നിങ്ങളുടെ ഒരു വിശ്വാസം. സോ
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. or else you can directly message to Meenu. ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ലിങ്ക് ചെയ്തേക്കാം. അതെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. We are here to help you out. സോ ഇങ്ങോട്ട് നോക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ഇങ്ങോട്ട് എന്താ പറയുക ഇന്റർവ്യൂ കഴിഞ്ഞിരിക്കുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ subscribe to our channel. Bye.